നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോച്ച് ഫാക്ടറി ശിലാസ്ഥാപക ഫലത്തിൽ പ്രതീകാത്മകമായി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. SSLC പരീക്ഷ മാർച്ച് 4 മുതൽ 25 വരെ. തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം പ്ലാസ്റ്റിക് മുക്തമാക്കാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് മണൽ വാരൽ ഉടൻ പുനരാരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഞാൻ റീത്ത. വാർത്തകൾ വിശദമായി. കോച്ച് ഫാക്ടറി ശിലാസ്ഥാപക ഫലകത്തിൽ പ്രതീകാത്മകമായി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. MP രാജേഷിന്റെ ഇടപെടലിന്റെ ഭാഗമായി ഇത് വരുമെന്നാണല്ലോ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. കാരണം നല്ല ഭൂരിപക്ഷം UPAക്കുണ്ട്, കേരളത്തിലെ 18 MP അവർക്കുണ്ട്, 8 കേന്ദ്രമന്ത്രിമാരുണ്ട്, അതിൽ 2 ക്യാബിനറ്റ് മന്ത്രിമാരാണ്. പക്ഷേ ഇല്ല, കോച്ച് ഫാക്ടറി ഇല്ല. അപ്പൊ ഏതെല്ലാം രൂപത്തിലാണ് ഇവർ നമ്മെ പറ്റിച്ചത് എന്നുള്ളതിൻ്റെ ഒരു നാൾ വഴികളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു 12 വർഷം മുമ്പേ ഈ കല്ലിടൽ ചടങ്ങ് ഉമ്മൻചാണ്ടിയാണ് നിർവഹിച്ചത്. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. പാലക്കാട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി സ്ഥാപിക്കുന്നതിന് കോട്ട മൈതാനത്ത് ശിലാസ്ഥാപനം നടത്തി കോച്ച് ഫാക്ടറി അനുവദിക്കാതെ വഞ്ചിച്ച കോൺഗ്രസിന്റെയും തുടർന്ന് 10 വർഷം കേന്ദ്രം ഭരിച്ച BJPയുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് CITU പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചുവിളക്ക് പരിസരത്ത് പ്രതീകാത്മകമായി തയ്യാറാക്കിയ ശിലാസ്ഥാപക ഫലകത്തിന് മുമ്പിൽ റീത്തുകൾ വെച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നടത്തിയ തൊഴിലാളി ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK നൌഷാദ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി M ഹംസ, CPIM ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ SB രാജു, V സരള, CITU നേതാക്കളായ M ഹരിദാസ്, KT ഉദയകുമാർ, PS മഹേഷ്, B വിജയൻ, V സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. PG രാംദാസ് സ്വാഗതവും അബ്ദുൾ സുക്കൂർ നന്ദിയും പറഞ്ഞു. SSLC പരീക്ഷ മാർച്ച് 4 മുതൽ 25 വരെ. ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ തിയറി പരീക്ഷകൾ മാർച്ച് 1 തുടങ്ങി 26 അവസാനിക്കും. 2024 SSLC പരീക്ഷ മാർച്ച് 4 മുതൽ 25 വരെയാണ് നടത്തുന്നതെന്ന് മന്ത്രി V ശിവൻകുട്ടി. SSLC സെക്കൻഡറി ഹയർ സെക്കൻഡറി പരീക്ഷാ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. SSLCക്ക് കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലെ 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത്. 4,27,105 വിദ്യാർത്ഥികൾ ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നു. രജിസ്ട്രേഷൻ, ഹാൾ ടിക്കറ്റ് വിതരണം, ചീഫ് സൂപ്രണ്ട്, ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ട് എന്നിവരുടെ നിയമനം, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ, ചീഫ് സൂപ്രണ്ടുമാർ, ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടുമാർ എന്നിവരുടെ മേഖലാ യോഗങ്ങൾ, ഗൾഫ്, ലക്ഷദ്വീപ് മേഖലയിലെ ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടുമാരുടെ നിയമനം, ട്രഷറി, ബാങ്ക് ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം, ഉത്തരക്കടലാസ് വിതരണം. SSLC IT പരീക്ഷ പൂർത്തീകരിച്ചു. മോഡൽ പരീക്ഷ ഫെബ്രുവരി 23 അവസാനിക്കും. സംസ്ഥാനതല സ്ക്വാഡ് രൂപീകരണം, ജില്ലാതല സ്ക്വാഡ് രൂപീകരണം, ചോദ്യപേപ്പർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് വിതരണം ചെയ്യൽ, ഗൾഫ് മേഖലയിലെ പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് ആവശ്യമായ ചോദ്യപേപ്പർ വിതരണം, ലക്ഷദ്വീപിലെ പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് ആവശ്യമായ ചോദ്യപേപ്പർ വിതരണം എന്നിവയും തീരുമാനിച്ചു. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നിശ്ചയിച്ചു. ക്യാമ്പ് ഓഫീസർ, ഡെപ്യൂട്ടി ക്യാമ്പ് ഓഫീസർ എന്നിവരുടെ നിയമനം എന്നിവ ഇതിനോടകം പൂർത്തീകരിച്ചു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ തിയറി പരീക്ഷകൾ 2024 മാർച്ച് 1 ആരംഭിച്ച 26 അവസാനിക്കുകയാണ്. ഹയർ സെക്കൻഡറി 2017 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1ാം വർഷം 4,15,044 വിദ്യാർത്ഥികളും 2ാം വർഷം 4,44,097 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. പൊതുപരീക്ഷയുടെ മുന്നോടിയായുള്ള മോഡൽ പരീക്ഷകൾ പൂർത്തിയായി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 389 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1ാം വർഷം 27,720 വിദ്യാർത്ഥികളും 2ാം വർഷം 29,337 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. മോഡൽ പരീക്ഷകൾ പൂർത്തിയായി കഴിഞ്ഞു. പൊതുപരീക്ഷകൾ ഏറെ ശ്രദ്ധയോടെയും പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും കൈകാര്യം ചെയ്യണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പരീക്ഷാ ഭവനിൽ നേരിട്ട് എത്തി മന്ത്രി ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ K ഷാനവാസും ഉന്നത ഉദ്യോഗസ്ഥരും
മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം പ്ലാസ്റ്റിക് മുക്തമാക്കാൻ നിർദ്ദേശം. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം പ്ലാസ്റ്റിക് മുക്തമാക്കാൻ സംസ്ഥാന ശുചിത്വ മിഷൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ബാനറുകൾ, ബോർഡുകൾ, ഹോർഡിങ്ങുകൾ തുടങ്ങിയവയ്ക്ക് PVC ഫ്ലക്സ്, പോളിയസ്റ്റർ, നൈലോൺ, പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള തുണി എന്നിവ ഉപയോഗിക്കരുത്. 100% കോട്ടൺ, പ്ലാസ്റ്റിക് ഇല്ലാത്ത പേപ്പർ, റീസൈക്കിൾ ചെയ്യാവുന്നവ, പോളി എത്തിലീൻ എന്നിവയിൽ PVC ഫ്രീ ലോഗോയും മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്പർ, QR കോഡ് എന്നിവയും പതിച്ചു മാത്രമേ ഉപയോഗിക്കാവൂ. ഉപയോഗശേഷമുള്ള പോളി എത്തിലീൻ ഷീറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകി റീസൈക്ലിംഗിനായി തിരിച്ചേൽപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ ഉണ്ട്. സംസ്ഥാനത്ത് മണൽ വാരൽ ഉടൻ പുനരാരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 32 നദികളിൽ സാൻഡ് ഓഡിറ്റിംഗ് നടത്തി. 8 ജില്ലകളിൽ ഖനന സ്ഥലങ്ങൾ കണ്ടെത്തി. ആദ്യ അനുമതി മലപ്പുറത്ത്. കടലുണ്ടി, ചാലിയാർ പുഴകളിൽ മാർച്ച് അവസാനത്തോടെ ഖനനം നടത്തുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. 8 ജില്ലകളിൽ 1.25 കോടിയോളം മെട്രിക് ടൺ മണൽ ഇവിടങ്ങളിൽ നിന്ന് ഖനനം ചെയ്യാമെന്നാണ് സാൻഡ് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയത്. 32 നദികളിൽ നടത്തിയ ഓഡിറ്റിംഗിൽ കൊല്ലം, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലാണ് മണൽ ഖനന സാധ്യതയുള്ള നദികൾ. ഇതിൽ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ, കടലുണ്ടി, ചാലിയാർ നദികളിൽ മാർച്ചിൽ മണൽ വാരൽ തുടങ്ങും. 200 കോടിയാണ് പ്രതീക്ഷിക്കുന്ന വരുമാനം. കോഴിക്കോട്, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ നദികളിൽ മണൽ വാരലിന് സാധ്യതയില്ല. കളക്ടർ അധ്യക്ഷനാവുന്ന ജില്ലാതല സമിതികളിൽ പരിസ്ഥിതി, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ എന്നിവർ അംഗങ്ങളാകും. ജില്ലാ സമിതിക്ക് കീഴിൽ ഓരോ നദികളുമായും ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപന അധ്യക്ഷൻ ചെയർമാനായുള്ള കടവ് കമ്മിറ്റികൾക്കാണ് മണൽ വാരി ലേലം ചെയ്യാനുള്ള ചുമതല. നദികളുടെ സംരക്ഷണത്തിനൊപ്പം സംസ്ഥാനത്തെ മണൽക്ഷാമത്തിനും ഒരു പരിധിവരെ പരിഹാരമാകും. 47 വർഷമായി ജനകീയ ഹോമിയോ ചികിത്സാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ബഹുമുഖ പ്രതിഭയാണ് ഡോക്ടർ പി രാധാകൃഷ്ണൻ. ഞാൻ 76 മുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഹോമിയോ ഡോക്ടർ. അതായത് 47 വർഷത്തെ പ്രാക്ടീസ് പരിചയമുണ്ട്. ഞാൻ ഔട്ടിത്തൂരിൽ നിന്നാണ് പ്രാക്ടീസ് ആരംഭിച്ചത്. ഔട്ടിത്തൂരാണ് ജന്മനാട്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാട് പ്രദേശത്ത് ഔട്ടിത്തൂർ ദേശത്ത്. അവിടെ നിന്ന് 86 ഗവൺമെൻറ് സർവീസിൽ ജോയിൻ ചെയ്തു. അത് പാലക്കാട് ജില്ലയിലെ കടമ്പൂരിൽ എന്ന സ്ഥലത്താണ്. അതേസമയം 2010 അമ്പലൂരിൽ നിന്ന് റിട്ടയറായി. ഞാൻ റിട്ടയർ ആകുമ്പോൾ ചീഫ് മെഡിക്കൽ ഓഫീസറായി. എൻ്റെ ഈ കഴിഞ്ഞ 47 വർഷത്തെ അനുഭവ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ചികിത്സയ്ക്ക് അന്ന് കാലങ്ങളിൽ, അതായത് ആദ്യകാലത്തെ ചികിത്സകളെല്ലാം ചികിത്സ ചെയ്യുന്ന രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് നമ്മുടെ ചികിത്സകൾ നടക്കുന്നത്. കാരണം അന്നത്തെ വളരെയധികം ചികിത്സാ രംഗത്ത് പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നാടിന് ഹോമിയോപ്പതി മേഖലയിലും ആ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക് ഹോമിയോപ്പതിയിലെ പൂർവാധികം വിശ്വാസമുണ്ട്. പക്ഷെ ആ ആദ്യ കാലഘട്ടങ്ങളിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന സമയത്ത് പോലും എനിക്ക് വളരെയധികം രോഗികളെ ഞാൻ ചികിത്സിക്കാൻ അനുഭവങ്ങൾ ഉള്ള സ്ഥലങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിൽ, അതായത് ജോലി സ്ഥലങ്ങളിലൊക്കെ പേഷ്യൻസ് ഉണ്ടെങ്കിലും പല സ്ഥലങ്ങളിൽ ഹോമിയോ ചികിത്സയെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ചതും ഈ ആതുര സേവകനാണ്. ഈ ചികിത്സയെ നെഞ്ചേറ്റിയ സംസ്ഥാനത്തെ അപൂർവം ഡോക്ടർമാരിൽ പ്രമുഖൻ കൂടിയാണ് ഡോക്ടർ പി രാധാകൃഷ്ണൻ. 1986 പാലക്കാട് ജില്ലയിലെ കടമ്പൂരിൽ നിന്നാണ് ഔദ്യോഗിക സേവനം ആരംഭിച്ചത്. തുടർന്ന് പാലക്കാട് ജില്ലയിലെ തന്നെ മണ്ണൂർ, ജില്ലാ ഓഫീസ് പാലക്കാട്, കനകമല, തൃശൂർ എന്നിവിടങ്ങളിലും ഹോമിയോ ഡോക്ടറായി സേവനം ചെയ്തു. ഈ കാലയളവിൽ നിരവധി ഗുരുതര രോഗമുള്ളവർക്ക് ചികിത്സ നൽകി രോഗം ഭേദമാക്കിയ ഹോമിയോ അനുഭവങ്ങൾ ജനകീയനായ ഈ ഡോക്ടറുടെ ഓർമ്മത്താളുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആണ് കൂടുതൽ. അസുഖങ്ങളെക്കാളും കൂടുതൽ നമ്മുടെ ഭക്ഷണം, നമ്മുടെ ചിന്തകൾ, എല്ലാവരും തിരക്ക് പിടിച്ച് ഓടുന്ന ഒരു കാലഘട്ടം. ഒരാൾക്കും കൃത്യമായ ചിന്തകളില്ല. ഞാനെപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ആരോഗ്യം എന്നത് 5 മേഖലയിലാണെങ്കിലും, അതായത് ശരീരം, മനസ്സ്, സാമൂഹ്യം, ആത്മീയം, സമ്പത്ത്, ഇതെല്ലാം ആണെങ്കിൽ തന്നെ ഇവിടെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഒരു പൊസിഷൻ, നമ്മുടെ ഇരുട്ട്, നടപ്പ്, കിടപ്പ്, ഉറക്കം, ഭക്ഷണം, അതുപോലെ നമ്മൾ ഇതെല്ലാത്തിലും ചിന്തകൾ. നമ്മളിപ്പോൾ ഒരു വിഷമം നമ്മൾ വന്നാൽ രാത്രി കിടന്ന് ഉറങ്ങുന്ന നേരത്താണ് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായ
സ്ട്രെസ് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യും. നമ്മളെപ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും നമ്മളുടെ അനാവശ്യമായ ഹോർമോൺ ക്രിയേഷൻസ് അവസരങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതോടുകൂടിയാണ് രോഗത്തിന്. അതോടൊപ്പം തന്നെ മരുന്നുകളും പരസ്യങ്ങളൊക്കെ ഇഷ്ടം പോലെ മരുന്നുകൾ പലതും കഴിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം രോഗങ്ങൾ വരുന്നുണ്ട്. ഹോമിയോ ചികിത്സാ രീതികളെക്കുറിച്ച് പറയുമ്പോൾ ഡോക്ടറുടെ മുഖത്തെ പ്രസന്നത ഏതൊരാൾക്കും വായിച്ചറിയാം. സർവീസിലിരിക്കുമ്പോൾ തന്നെ വിദഗ്ധ പഠനത്തിനായി ഡോക്ടർ രാധാകൃഷ്ണൻ തയ്യാറായി. തുടർ പഠനത്തിന് ശേഷം മൂവാറ്റുപുഴ, കനകമല ഹോമിയോ ആശുപത്രികളിൽ സേവനം ചെയ്തു. തൃശൂർ ആമ്പല്ലൂരിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. നിരവധി സംസ്ഥാന, ദേശീയ, അന്തർദേശീയ അവാർഡുകളും ഇതിനകം ഡോക്ടറെ തേടിയെത്തി. 47 വർഷത്തോളമായി ഹോമിയോ ചികിത്സ നടത്തിവരുന്നു. ഹോമിയോപ്പതി ഡോക്ടർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഹോമിയോ ക്ലാസുകളും നടത്തിവരുന്നു. വളർന്നുവരുന്ന പുതിയ ഹോമിയോ ഡോക്ടർമാർക്ക് ഡോക്ടർ പി രാധാകൃഷ്ണന്റെ ക്ലാസുകൾ വളരെയധികം ഗുണപ്രദമാണ്. ഇന്നിപ്പോൾ കുട്ടികൾ പഠിക്കുന്ന കാര്യത്തിലായാലും പഠിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ചെയ്യുന്നുണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ പുതിയതായി ഇറങ്ങി വരുന്ന കുട്ടികൾക്ക് ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നത് എൻ്റെ പ്രധാന ഒരു ലക്ഷ്യമാണ്. പഠിച്ചു കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് അവരിപ്പോൾ മറ്റൊരു പുതിയ സീനിയർ ഡോക്ടർമാർക്ക് ചെല്ലുമ്പോൾ അവർ നിൽക്കില്ല. അങ്ങനെയുള്ളതിന് പകരം അവർക്കൊരു റിഫ്രഷർ കോഴ്സും അവർക്ക് ഉള്ള സൗകര്യങ്ങളും എന്തെല്ലാം എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ അതിനുള്ള ഒരു പ്രയത്നത്തിലാണ് ഞാനിപ്പോൾ. അതിൻ്റെ ആദ്യഘട്ടമായിട്ട് ഞാനിപ്പോൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറയാം, ഹോമിയോപ്പതി എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ടായിരുന്നത് ചെയ്യണം എന്നതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ. ആതുര സേവന രംഗത്തോടൊപ്പം സാമൂഹ്യ സേവന രംഗത്തും ഡോക്ടറുടെ കയ്യൊപ്പുണ്ട്. സാമൂഹ്യ സേവന മേഖലകളിൽ തിളക്കമാർന്ന പ്രവർത്തനം നടത്തിവരുന്ന ഇൻസ്പയർ ഇന്ത്യ പ്രസിഡന്റാണ്. ഇതിനു പുറമെ ആരോഗ്യം, വിദ്യാഭ്യാസ മേഖലകളിലും പ്രവർത്തിച്ചു വരുന്നു. ലൈഫ് ഫോഴ്സ് ചാലക്കുടിയുടെ ചെയർമാനായ ഡോക്ടർ ജനമധ്യത്തിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ പന്താവു തന്നെ തുറന്നു കഴിഞ്ഞു. ചികിത്സാ രംഗത്ത് വിശ്വാസമാർന്നവ ഹോമിയോ ആണെന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്നു. ഹോമിയോ സ്കൂൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഡോക്ടർ. ചികിത്സയ്ക്ക് പുറമെ ഹോമിയോ മെഡിക്കൽ സ്റ്റോറും പ്രവർത്തിച്ചു വരുന്നു. അച്ഛൻ പരമേശ്വരൻ നായർ, അമ്മ ജാനകിയമ്മ, ഭാര്യ വനജ ഹോമിയോ മെഡിക്കൽ സ്റ്റോർ നടത്തിവരുന്നു. മക്കൾ ഡോക്ടർ നിതീഷ്, നിഷ. വിദഗ്ധ പാനലുകളെ ചേർത്ത് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലൂടെ മാറാരോഗങ്ങൾക്ക് ശമനം കണ്ടെത്തുന്നു. ആതുര സേവനത്തിൽ ആശ്വാസത്തിന്റെ തുരുത്തുകൾ തീർക്കുന്നതോടൊപ്പം സാമൂഹ്യ സേവനത്തിന്റെ സുവർണ ജ്വാലകൾ തെളിയിക്കുക കൂടി ചെയ്യുകയാണ് ഡോക്ടർ പി രാധാകൃഷ്ണൻ. ഇടവേള. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് പകുതിയോടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം അടുത്ത മാസം പകുതിയോടെ മാത്രം. മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിവരുന്ന സംസ്ഥാന സന്ദർശനങ്ങൾ മാർച്ച് 13 വരെ നീളും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട വിവിധ പ്രഖ്യാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിരിക്കും. കർഷക സമരം അവസാനിപ്പിക്കാനുള്ള വഴി തെളിയാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയില്ലെന്ന രാഷ്ട്രീയ പ്രശ്നം BJPക്കും മുന്നിലുണ്ട്. ഈ സാഹചര്യങ്ങൾക്കിടയിൽ 15-ന് മുമ്പായി പ്രഖ്യാപനം നടത്താനാണ് സാധ്യത. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത് മാർച്ച് 10-നാണ്. ഏപ്രിൽ 11-ന് തുടങ്ങി മെയ് 19 വരെ 7 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. 2014 പ്രഖ്യാപനം നടന്നത് മാർച്ച് 5-നാണ്.
ഏപ്രിൽ 7 മുതൽ 12 വരെ 9 ഘട്ടമായി വോട്ടെടുപ്പ് നടന്നു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അനുകൂല അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്ന വിലയിരുത്തലിൽ വോട്ടെടുപ്പ് ഏതാനും ആഴ്ച നേരത്തെയാക്കാൻ BJPക്ക് ആലോചനയുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന കർഷക സമരവും അനിഷ്ട സംഭവങ്ങളും ചിന്താഗതി മാറ്റി. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി ചർച്ച നടത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ കമ്മീഷൻ സംഘം ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് വിവിധ സർക്കാർ വിഭാഗങ്ങളുമായുള്ള ചർച്ചകളും ഇതിനൊപ്പം നടക്കും. പശ്ചിമ ബംഗാൾ, UP എന്നിവിടങ്ങൾ കൂടി പിന്നിട്ട് ജമ്മു കാശ്മീരിൽ മാർച്ച് 13-ന് അവലോകന യോഗം നടത്താനാണ് കമ്മീഷന്റെ ഒരുക്കം. 97 കോടിയോളം പേർക്കാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 6% കൂടുതലാണിത്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, സിക്കിം, അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കും. പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കാൻ ഫോണിൽ V-Help. പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ടോൾ ഫ്രീ ടെലിഫോൺ സഹായ കേന്ദ്രം ആരംഭിച്ചു. V-Help എന്ന പേരിലുള്ള പദ്ധതി മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ ഫോണിൽ കൗൺസിലിംഗ് സഹായം ലഭിക്കും. ടോൾ ഫ്രീ നമ്പർ 1800-425-2844. ബാംഗ്ലൂരു നിഹാസിൽ നിന്നും പരിശീലനം നേടിയ കോർഡിനേറ്റർമാരാണ് കൗൺസിലിംഗിന് നേതൃത്വം നൽകുന്നത്. പരീക്ഷ കഴിയും വരെ എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും സേവനം ലഭ്യമാണ്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നേരിട്ടുള്ള കൗൺസിലിംഗിനും അവസരം ഒരുക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് പ്രതിഷേധ കൂട്ടായ്മ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കരിമ്പുഴ 2 വില്ലേജ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എലുമ്പലാശ്ശേരി സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വിലക്കയറ്റം രൂക്ഷമായ ഈ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ വെറും നോക്കുകുത്തിയാക്കുന്ന ഗവൺമെന്റ് നയം തിരുത്തണമെന്നും മാവേലി സ്റ്റോറുകൾ വഴി സബ്സിഡി നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം PA തങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി CP സാദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. കരിമ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് N ഹംസ അധ്യക്ഷത വഹിച്ചു. കുന്നത്ത് അബ്ദുൾ റഹ്മാൻ, KK ഷൗക്കത്ത് അലി, ഹബീബ് തങ്ങൾ, K മരക്കാർ, PP കബീർ, KP സുലൈമാൻ, MP അബ്ദുൾ കരീം, മരക്കാർ മേലേതിൽ, സെയ്ദലവി തോട്ടര, EP ബഷീർ, KC അയ്യപ്പൻ, അസീസ് ഒടുവിൽ, നാസർ AP, അസൈനാർ, ഷംസുദ്ദീൻ, ഷിഹാബ് അമ്പലപ്പാടം, ഷമീർ പൊമ്പ്ര, ഹംസ പെരുമ്പിടി, K ഹാരിസ്, ജോയ് ഓലിക്കൽ, അനസ് പൊമ്പ്ര, K യൂസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്ന നടപടിക്ക് പുതിയ മാർഗരേഖ തയ്യാറാകുന്നു. നിലവിൽ പോലീസിന്റെ FIR മാത്രം കണക്കാക്കിയാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത്. ഇത് മാത്രം മാനദണ്ഡമാക്കേണ്ടതില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഇത്തരം സംഭവങ്ങളിൽ വകുപ്പും സ്വതന്ത്ര അന്വേഷണം നടത്തും. ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ട കുറ്റമാണെന്ന് നേരിട്ട് ഉറപ്പാക്കിയിട്ടേ തുടർ നടപടികളിലേക്ക് കടക്കൂ. 2 വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ വലിയ വാഹനത്തിന്റെ ഡ്രൈവർക്കെതിരെയായിരിക്കും മിക്കപ്പോഴും പോലീസ് FIRൽ കൂടുതൽ പരാമർശങ്ങൾ. അപകടമുണ്ടാക്കിയതും അപകടത്തിനിടയാക്കിയതുമായ സാഹചര്യവും പശ്ചാത്തലവും പലപ്പോഴും പരാമർശിക്കണമെന്നില്ല. ചെറിയ വാഹനം വന്ന് ഇടിച്ചിട്ട് പോയാലും ലൈസൻസ് പോകുന്നത് പലപ്പോഴും വലിയ വാഹനം ഓടിച്ച ഡ്രൈവറുടേതാണെന്ന ആക്ഷേപം വ്യാപകമാണ്.
ചെറിയ കുറ്റങ്ങളിലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നുവെന്ന പരാതികളുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അപകട കേസുകളിൽ മോട്ടോർ വാഹന വകുപ്പും സ്വന്തമായി അന്വേഷണം നടത്തുന്നത്. ലൈസൻസുകൾ താൽക്കാലികമായാണ് സസ്പെൻഡ് ചെയ്യുന്നത്. കുറ്റകൃത്യത്തിന്റെ കാഠിന്യമനുസരിച്ച് 3 മാസം മുതൽ മുകളിലേക്ക് ഇത് നീളാം. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ ലൈസൻസ് തിരികെ ലഭിക്കണമെങ്കിൽ കുറേ നടപടിക്രമങ്ങൾ പാലിക്കണം. പ്രതിമാസം സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ലൈസൻസുകളാണ് സസ്പെൻഡ് ചെയ്യുന്നത്. പിടിച്ചെടുത്ത വാഹനങ്ങൾ തുരുമ്പെടുക്കുന്നു. വിവിധ അപകടങ്ങളിലും കേസുകളിലും ഉൾപ്പെട്ട വാഹനങ്ങൾ വർഷങ്ങളായി തുരുമ്പെടുക്കുന്നു. കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലാണ് ഈ ദുരിത കാഴ്ച. വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്ത് നിന്നില്ല. വിവിധ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിൽ വാഹനങ്ങളിൽ എത്തുന്നവർക്ക് പാർക്കിങ്ങിന് പോലും സൗകര്യമില്ലാത്ത അവസ്ഥയുള്ളപ്പോഴാണ് വഴിമുടക്കികളായി പിടിച്ചെടുത്ത വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നത്. ഇത്തരം വാഹനങ്ങൾ നീക്കം ചെയ്യാൻ കോടതി വ്യവഹാരങ്ങൾ പൂർത്തിയാകണമെന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്ന തടസ്സവാദം. സ്റ്റേഷന് മുന്നിലെ റോഡിന് വീതി കുറവായതിനാൽ ഇരുചക്ര വാഹനങ്ങൾ പോലും നിർത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. സ്റ്റേഷനിലെ 35ഓളം ജീവനക്കാരുടെ ഇരുചക്ര വാഹനം പാർക്ക് ചെയ്യാനും ഏറെ അസൗകര്യമുണ്ട്. കാഞ്ഞിരപ്പുഴ കല്ലാംകുഴിയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും 14 അംഗ ചീട്ടുകളി സംഘത്തെ 3 ലക്ഷത്തോളം രൂപയുമായി പോലീസ് പിടികൂടി. കാഞ്ഞിരപ്പുഴ ഭാഗത്ത് വലിയ രീതിയിൽ ചീട്ടുകളി നടക്കുന്നതായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് ഡിവൈഎസ്പി TS സിനോജിന്റെ നിർദ്ദേശത്തിൽ മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കാഞ്ഞിരപ്പുഴ കല്ലാംകുഴി ഭാഗത്തുള്ള ഒഴിഞ്ഞ വീട്ടിൽ നിന്ന് 14 അംഗങ്ങൾ അടങ്ങുന്ന വൻ ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. 2,70,180 രൂപ വരുന്ന തുകയും നിരവധി മൊബൈൽ ഫോണുകളും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ബൈജു ER, ASI ശ്യാംകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഷ്റഫ്, വിനോദ് കുമാർ, മുബാറക് അലി, ഷഫീഖ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. അട്ടപ്പാടിയിലേക്ക് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന വിദേശ മദ്യം പിടികൂടി. ബുധനാഴ്ച രാത്രി 10ഓടെയാണ് ആനമൂളി വനംവകുപ്പ് ചെക്ക് പോസ്റ്റിന് സമീപം വാഹന പരിശോധനയ്ക്കിടെ 95 ലിറ്റർ മദ്യം പിടികൂടിയത്. KL 50B7835 നമ്പർ ഓട്ടോറിക്ഷയിൽ അനധികൃതമായി അട്ടപ്പാടിയിലേക്ക് കടത്തുകയായിരുന്നു മദ്യം. 1 ലിറ്ററിന്റെ 60 കുപ്പിയും 500 മില്ലി ലിറ്ററിന്റെ 70 കുപ്പിയുമാണ് പിടികൂടിയത്. ആനമൂളി മേലേതിൽ വീട്ടിൽ മുഹമ്മദ് മുസ്തഫ 31, ആനമൂളി പള്ളിപ്പടി ആറ്റക്കര വീട്ടിൽ സന്തോഷ് 33, പാലക്കയം ഓത്തുപള്ളിങ്കൽ വീട്ടിൽ ഷമീർ 32 എന്നിവരെ അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ SB ആദർശ്, റേഞ്ച് ഇൻസ്പെക്ടർ VA വിനോജ്, എക്സൈസ് ഉദ്യോഗസ്ഥരായ സൽമാൻ റസാലി, A സജീവ്, M രംഗൻ, P അലി അസ്കർ, എക്സൈസ് ഡ്രൈവർമാരായ ജയപ്രകാശ്, അനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് വിദേശ മദ്യം പിടികൂടിയത്. ഒടുവിൽ മാനസാന്തരം. പന്നിയങ്കരയിൽ വെച്ച് മോഷ്ടിച്ച ബൈക്ക് ഉടമയ്ക്ക് തിരികെ നൽകി കള്ളൻ. മോഷണ വാർത്ത കണ്ട് ഉടമയ്ക്ക് ബൈക്ക് തിരികെ ഏൽപ്പിച്ച കള്ളൻ. കിഴക്കഞ്ചേരി സ്വദേശി സതീശന്റെ ബൈക്കാണ് കൺമുന്നിൽ നിന്ന് മോഷണം പോയത്. വാർത്ത കണ്ടെന്നും ബൈക്ക് തിരികെ തരാമെന്നും സതീശനെ മോഷ്ടാവ് ഫോണിൽ വിളിച്ച് പറഞ്ഞു. ദേശീയപാതയ്ക്കടുത്ത് വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മോഷ്ടാവിനെ ഇതുവരെ പിടികൂടാൻ സാധിച്ചില്ല. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബൈക്ക് മോഷണം പോയത്. പന്നിയങ്കരയിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ പോയതായിരുന്നു സതീശൻ. അവിടെ വെച്ച് സുഹൃത്തുമായി സംസാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ ബൈക്കുമായി ഒരാൾ കടന്നു കളയുന്നതാണ് സതീശൻ കണ്ടത്. സതീശനും സുഹൃത്തും പിറകെ ഓടിയെങ്കിലും കള്ളനെ കണ്ടില്ല. തുടർന്ന് വടക്കഞ്ചേരി
മഞ്ചേരി പോലീസിൽ പരാതിപ്പെട്ടു. അടുത്ത ദിവസം കള്ളൻ സതീശനെ ഫോണിൽ വിളിക്കുകയായിരുന്നു. താൻ വാർത്ത കണ്ടെന്നും മാനസിക വിഭ്രാന്തി കൊണ്ടാണ് മോഷണം നടത്തിയതെന്നും കേസാക്കരുതെന്നും കള്ളൻ പറഞ്ഞു. ബൈക്ക് തിരികെ തരാമെന്നും അറിയിച്ചു. ബൈക്കിൽ സൂക്ഷിച്ചിരുന്ന ഡയറിയിൽ നിന്നാണ് മോഷ്ടാവിന് സതീശന്റെ നമ്പർ കിട്ടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോച്ച് ഫാക്ടറി ശിലാസ്ഥാപക ഫലത്തിൽ പ്രതീകാത്മകമായി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. SSLC പരീക്ഷ മാർച്ച് 4 മുതൽ 25 വരെ. തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം പ്ലാസ്റ്റിക് മുക്തമാക്കാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് മണൽ വാരൽ ഉടൻ പുനരാരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.